അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹദീസ് പഠനം കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അതിന്റെ അന്ത്യം നോക്കിയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നമൽ അഅ്മാലു ബിൽ ഖവാതീം. ഇമാം ബുഖാരി റഹിമഹുല്ലാ റിപ്പോർട്ട് ചെയ്യുന്നു, ഇന്നമൽ അഅ്മാലു ബിൽ ഖവാതീം, തീർച്ചയായും എല്ലാ കർമ്മങ്ങളെയും പരിഗണിക്കുക അതിന്റെ അന്ത്യം നോക്കിയാണ്, പര്യവസാനം നോക്കിയാണ്. ഏതൊന്നിന്റെയും തുടക്കം വളരെ മനോഹരമായി മുന്നോട്ട് പോകുമ്പോൾ എല്ലാം സുന്ദരമായിരുന്നു. പക്ഷേ ഒടുക്കം മോശമായാൽ, പര്യവസാനം മോശമായാൽ ആ സംഗതി തന്നെ മൊത്തത്തിൽ ഫലമില്ലാതായി പോകും, പ്രയോജനരഹിതമായി പോകും. ഏതൊരു കർമ്മവും അന്ത്യം നന്നാവുക എന്നത് വളരെ പ്രധാനമാണ്. തുടക്കവും ഇടയിലുള്ളതുമൊക്കെ ഒരുപക്ഷെ വേണ്ടത്ര നന്നായില്ലെങ്കിൽ പോലും ഒടുക്കം നന്നാക്കി രക്ഷപ്പെടാൻ പറ്റും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന റജുല ലയഅമലു സമന ത്വീൽ ബിഅമലി അഹ്ലിൽ ജന്ന സുമ്മ യുഖ്തമു അമലുഹു ബിഅമലി അഹ്ലിൻ നാർ വഇന്ന റജുല ലയഅമലു സമന ത്വീൽ ബിഅമലി അഹ്ലിൻ നാർ സുമ്മ യുഖ്തമു ലഹു അമലുഹു ബിഅമലി അഹ്ലിൽ ജന്ന. നിശ്ചയം ഒരു മനുഷ്യൻ ദീർഘകാലം സ്വർഗാവകാശികളുടെ പ്രവർത്തനങ്ങളാണ് ചെയ്തത്. പക്ഷേ അവന്റെ പ്രവർത്തനം അവസാനിച്ചത് നരകാവകാശിയുടെ പ്രവർത്തനം കൊണ്ടായിരുന്നു. മറ്റൊരു മനുഷ്യനാവട്ടെ ദീർഘകാലം നരകാവകാശി ചെയ്യുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ചെയ്തത്. പക്ഷേ അവൻ അവസാനം ചെയ്ത കർമ്മങ്ങൾ സ്വർഗാവകാശിയുടെ കർമ്മങ്ങളായിരുന്നു. അക്കാരണത്താൽ അവന്റെ പര്യവസാനം നന്നായി എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിക്കുന്നത്. മറ്റൊരിക്കൽ തിരുദൂതർ പറഞ്ഞു, ഇന്നൽ അബ്ദ ലയഅമലു അമല അഹ്ലിൻ നാർ വഇന്നഹു മിൻ അഹ്ലിൽ ജന്ന വയഅമലു അമല അഹ്ലിൽ ജന്ന വഇന്നഹു മിൻ അഹ്ലിൻ നാർ വഇന്നമൽ അഅ്മാലു ബിൽ ഖവാതീം. നിശ്ചയം ഒരു അടിമ നരകാവകാശിയാകാനുള്ള പ്രവർത്തനം ചെയ്യും, പക്ഷേ അവൻ സ്വർഗാവകാശിയാണ്. നിശ്ചയം ഒരടിമ സ്വർഗാവകാശിയാകാനുള്ള പ്രവർത്തനം ചെയ്യും, പക്ഷേ അവൻ നരകാവകാശിയാണ്. പ്രവർത്തനങ്ങൾ പരിഗണിക്കപ്പെടുന്നത് അവസാനം നോക്കിയാണ്, അന്ത്യം നോക്കിയാണ്. ഈ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് പ്രത്യക്ഷത്തിൽ സ്വർഗാവകാശിയാണ് എന്ന് തോന്നിക്കുന്ന രൂപത്തിൽ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന വ്യക്തി അങ്ങനെ തന്നെ ആയിരുന്നു. സ്വർഗാവകാശിയാകാനുള്ള പ്രവർത്തനങ്ങളാണ് ചെയ്തത്, പക്ഷേ അന്ത്യം മോശമായി. നരകാവകാശിയാകാനുള്ള രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്താണ് അവന്റെ അന്ത്യമുണ്ടായത്, ആ വ്യക്തിയുടെ അന്ത്യമുണ്ടായത്. മറ്റൊരു വ്യക്തിയാകട്ടെ അയാൾ ചെയ്ത ഒരുപാട് പ്രവർത്തനങ്ങൾ നരകത്തിലേക്ക് എത്തിക്കുന്ന പ്രവർത്തനങ്ങളായിരുന്നു. എന്നാൽ അയാളുടെ അന്ത്യപ്രവർത്തനം, അവസാനത്തിൽ ചെയ്ത പ്രവർത്തനം സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന പ്രവർത്തനമായിരുന്നു. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പ്രവർത്തനങ്ങൾ പരിഗണിക്കുക പര്യവസാനം നോക്കിയാണ് എന്ന്. മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഅജബു ബിഅമലി അഹദിൻ ഹത്താ തൻളുറു ബിമാ യുഖ്തമലുഹു. ഒരു വ്യക്തിയുടെ പ്രവർത്തനം കണ്ട് നിങ്ങൾ അത്ഭുതം കൂറേണ്ടതില്ല, നിങ്ങൾ വല്ലാതെ അത്ഭുത പരതന്ത്രരാകേണ്ടതില്ല. നിങ്ങൾ നോക്കണം അവന്റെ പ്രവർത്തനം എന്തുകൊണ്ടാണ് അവസാനിപ്പിക്കുന്നത് എന്ന്. അവസാനം എന്താണോ അതാണ് പരിഗണിക്കുക. അതിനാൽ എല്ലാവരും അന്ത്യം നന്നാകാൻ വേണ്ടി പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും വേണം. അന്ത്യം നന്നാകാൻ പ്രവർത്തിക്കണമെന്നാൽ എപ്പോഴും നല്ലത് പ്രവർത്തിക്കണം എന്നാണ് അർത്ഥം. കാരണം എപ്പോഴാണ് നമ്മുടെ അന്ത്യമെന്ന് ആർക്കും അറിയുകയില്ല. നോട്ടീസ് അടിച്ച് കാലക്കുട്ടി വിളിച്ചു പറഞ്ഞ് അറിയിപ്പ് നൽകി വീട്ടിലേക്ക് ദൂതനെ വിട്ട് ഇങ്ങനെ മുന്നൊരുക്കത്തിന് അവസരം തന്നല്ല മരണം നമ്മെ മാടി വിളിക്കുക. അതെപ്പോഴും നമ്മെ മാടി വിളിക്കാം. പൊടുന്നനെ നമ്മെ മാടി വിളിച്ചു കൊണ്ടുപോകുന്ന മരണമാകുന്ന സത്യം അതിന്റെ കൂടെ ഇറങ്ങിപ്പോകേണ്ടി വരുമ്പോൾ അന്ത്യം നന്നായവനായി സ്വർഗം ഉറപ്പാക്കിയവരായി പോകണമെങ്കിൽ എപ്പോഴും നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ ശ്രമിക്കുക, അള്ളാഹുവോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക. ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാ ഹദീസുൻ ഹസനുൻ എന്ന് പറഞ്ഞ ഒരു പ്രാർത്ഥനയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ട പ്രാർത്ഥന, അല്ലാഹുമ്മ അഹ്സിൻ ആഖിബതനാ ഫിൽ ഉമൂരി കുല്ലിഹാ. അല്ലാഹുവേ, എല്ലാ കാര്യങ്ങളിലും ഞങ്ങളുടെ പര്യവസാനം നന്നാക്കണമേ എന്ന്. പഠനത്തിൽ നന്നായി പഠിച്ചു അവസാനം തോറ്റുപോയാൽ
പര്യവസാനം മോശമായാൽ, വീട് നിർമ്മാണത്തിൽ സുന്ദരമായി വീട് കയറ്റി അവസാനം തകർന്നു പോയാൽ വലിയ വിഷമമാകും, സങ്കടമാകും, അന്ത്യം മോശമായി പോകും. ദീനിയായ കാര്യങ്ങളിൽ ഇത് ഏറ്റവും ഗൗരവമാണ്. പരീക്ഷ വീണ്ടും എഴുതാം, വീട് വീണ്ടും നിർമ്മിക്കാം, പക്ഷെ ജീവിതം ഒന്നേ ഉള്ളൂ. അതിന് രണ്ടാമത്തെ അവസരമില്ല, റീടേക്ക് ഇല്ല. അതിനാൽ ഏറ്റവും നന്നായി മനോഹരമായി ജീവിതത്തിന്റെ അന്ത്യം നന്നാക്കാൻ വേണ്ടി നല്ലവരായി ജീവിക്കാൻ നമുക്ക് കഴിയണം. പരസ്പരം പ്രാർത്ഥിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.